ഹായ്. ഇതേ നിങ്ങളോട് വളരെ അത്യാവശ്യമായിട്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണേ. കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ നേഴ്സാ. ഉടനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ഗ്രീൻ ടീ 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കണ്ട് ഉടനെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എൻ്റെ പൊന്നാൻറ്റി, ഗ്രീൻ ടീ ഇങ്ങനെ കുടിക്കരുത്, ഗ്രീൻ ടീ ഭയങ്കര അപകടകാരിയാണ്. ഇത് അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ, ദഹനപ്രശ്നം ഉണ്ടാകും, പിന്നെ ആമാശയ ക്യാൻസർ ഉണ്ടാകും, പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകും, നിരന്തരമായ തലവേദന ഉണ്ടാകും. ഇത് ഭയങ്കര വിഷയമാണ്. ആൻറ്റിക്ക് അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിക്കുക. അല്ലാതെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം നമുക്ക് ഇടുക്കിയിലൊക്കെ തേയില, ഏലം, കാപ്പിയൊക്കെ ഉണ്ട്. അതിന് ചെല്ലുന്ന വിഷാംശം നമുക്ക് എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ തോട്ടത്തിൻ്റെ അകത്തോടൊക്കെ ചെന്നാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഈ ഗ്രീൻ ടീ വെയിറ്റ് കുറയാനായിട്ട് ഉപയോഗിക്കുന്നവരൊരിക്കൽ ഒരു കാര്യം ഞാൻ പറയാം. ഗ്രീൻ ടീയുടെ വെയിറ്റ് കുറയും, പക്ഷേ നിങ്ങളുടെ വെയിറ്റ് കുറയാൻ പോകുന്നില്ല. നിങ്ങൾ പല രോഗത്തിനും അടിമപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് ചിയാ സീഡിനെ കുറിച്ച് വാതോരാത്ത ആൾക്കാർ പറയും നിങ്ങൾ കഴിച്ചോ വെയിറ്റ് കുറയും, അതാണ് ഇതാണ്. പക്ഷേ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചിയാ സീഡ് നിങ്ങൾ വെള്ളത്തിലിട്ടാലും നമ്മൾ പൊടിയായിട്ട് വെച്ചിട്ട് കഴിച്ചാൽ ഇതിന് ഭയങ്കര കൊഴുപ്പ്. അതായത് മൈദാമാവിനെ പോണ തന്നെ പശയാണ്. ഇത് ആമാശയത്തിൽ ചെന്ന് അടിഞ്ഞു കൂടി കിടക്കും, ദഹിക്കത്തില്ല. അതും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ശരീരത്തുണ്ടാകും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷുഗർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക. അതുപോലെ തന്നെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതായത് പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ ഒഴിവാക്കുക. അതായത് വെള്ള സാധനങ്ങൾ, എന്ന് വെച്ചാൽ വൈറ്റ് കളറുള്ള സാധനങ്ങൾ, പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ വേറെ ഈ 100 കൂട്ടം കാര്യത്തിൻ്റെ പുറകെ പോരുത്. പലരും വന്ന് പലത് പറയും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആ കാര്യം ചെയ്യും, ഈ കാര്യം ചെയ്യും. ശരീരം നിങ്ങളുടെയാണ്, ജീവനും നിങ്ങളുടെയാണ്. അതിന് അപകടം വരുന്നത് ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളായിട്ട് മാത്രം നിയന്ത്രിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും കഴിക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ, നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വെയിറ്റും കുറഞ്ഞോളും. അതുകൊണ്ട് ഗ്രീൻ ടീയുടെയും ചിയാ സീഡിൻ്റെയും ഒന്നും പുറകെ നിങ്ങൾ പോയി അപകടത്തിൽ ചാടണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.